പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ലൂർദ് മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥന മംഗളങ്ങളും നേരുകയാണ്. ഇന്ന് നമ്മൾ നന്നായിട്ട് ബലിയർപ്പിച്ച് പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവേ ഞങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകണമേ. ആരോഗ്യമുള്ള സമയത്ത് കർത്താവിനെ ആരാധിച്ചില്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുക വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരോഗ്യം നൽകണമേ കർത്താവേ. ഒപ്പം തന്നെ ആരോഗ്യമുള്ള കാലത്ത് കർത്താവിനെ ആരാധിക്കാൻ വേണ്ട കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നൊരു സമ്പൂർണ്ണ ജപമാലയൊക്കെ ചെല്ലണം കേട്ടോ. രാവിലെ ഒരു ജപമാല, ഉച്ചയോട് കൂടി ഒരു ജപമാല, ഉച്ചതിരിഞ്ഞൊരു ജപമാല, കുടുംബ പ്രാർത്ഥന ഒരു ജപമാല, അങ്ങനെ ഒരു സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് FSS ലേഖനം 6-ാമത്തെ അധ്യായം. മാതാവിനോട് ഈ വചനം പ്രാവർത്തികമാക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. വചനം എങ്ങനെയാണ്? നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ അപേക്ഷകളും യാചനകളോടും കൂടി എല്ലാ സമയവും എങ്ങനെയാണ്? ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അപ്പോൾ ആത്മാവിൽ ഞാനിങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ട് സഹോദരങ്ങളെ, പണ്ട് കേട്ടിട്ടുള്ളതാണ്. ആത്മാവിൽ ആരാധന, അഗ്നിയായ അഭിഷേകമേ, ആത്മാവിൽ ആരാധന. അതായത് ആത്മാവിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ അപ്പം തന്നെ ഇത് നമ്മുടെ കൃപയെ മുഴുവൻ നഷ്ടപ്പെടുന്ന എന്തൊരു സഹോദരങ്ങളെ. ഒരു 10 മിനിറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ കൃപകളും നമ്മൾ നഷ്ടപ്പെടുത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് നിരന്തരം ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത ശൈലിക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവമേ, ലൂർദ് മാതാവിൻ്റെ ഈ ദിനത്തിലെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലകളിലേക്കും ദൈവശക്തി അയക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.